എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് MS വേർഡിലെ മെയിലിംഗ് ടാബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ലേബൽസ് എന്ന് പറയും. അപ്പൊ അതിന്റെ അധികം ക്ലാസ്സുകളൊന്നും നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പം ലേബൽസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കണ്ട. നമുക്ക് MS വേർഡിലെ വളരെ പ്രധാനപ്പെട്ട മെയിലിംഗ് എന്ന് പറയുന്ന ടാബിലെ ലേബൽസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിലിംഗ് ടാബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്, അതായത് എൻവലപ്സ് എന്ന് പറയും. അപ്പൊ എൻവലപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ള ലേബൽസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലേബൽസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലേബൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളുടെ കമ്പനിയുടെ ഒരു ലേബൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലേബൽസ്, അതായത് നമ്മുടെ നെയിം സ്ലിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ലേബൽസ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എങ്ങനെ അത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ലേബൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം മെയിലിംഗ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക. മെയിലിംഗ് എന്ന് പറയുന്ന ടാബിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലേബൽസ്. അപ്പൊ ഈ ലേബൽസ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻവലപ്സ് ആൻഡ് ലേബൽസ് എന്ന് പറയുന്ന ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ എൻവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് വന്നതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും, എൻവലപ്സ് ആൻഡ് ലേബൽസ് എന്ന് പറയുന്നത്. അപ്പൊ ലേബൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലേബൽസ് എന്ന് പറയുന്നതിന്റെ താഴെ നമുക്ക് അഡ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ അവിടോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കമ്പനിയുടെ ലേബല് എന്താണോ വേണ്ടത് അതിന്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് നമുക്കൊരു പേര് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു കമ്പനിയുടെ പേര്, ചുമ്മാ ഒരു പേര് നമ്മൾ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പേജ് ഓഫ് ദ സെയിം ലേബൽ എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ബൈ ഡിഫോൾട്ട് ഇതാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ന്യൂ ഡോക്യുമെന്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു പേജ് മൊത്തത്തിൽ നമുക്ക് ലേബൽസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമുക്കിതിനെ പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റു രീതിയിലും ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ ചെയ്തത് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് മെയിലിംഗ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്തു. അതില് ഒന്നാമത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലെ ലേബൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എൻവലപ്സ് ആൻഡ് ലേബൽസ് എന്ന് പറയുന്ന ഒരു പേജ് കാണാം. ഇവിടെ അഡ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ട കമ്പനിയുടെ അഡ്രസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള പേര് ടൈപ്പ് ചെയ്തതിനു ശേഷം സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ബൈ ഡിഫോൾട്ട് ഫുൾ പേജ് ഓഫ് ദ സെയിം ലേബൽ ആണ് സെലക്ട് ആയി കിടക്കുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട. ഈ ന്യൂ ഡോക്യുമെന്റ് എന്നുള്ളതിലോട്ട് മൗസ് കൊണ്ടുവച്ചു. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പേജ് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ലേബല് വരും. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ലേബല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, മെയിലിംഗ് ടാബിൽ നിന്നും ലേബൽസ് എടുക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ന്യൂ ഡോക്യുമെന്റ്, ദെൻ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലേബൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ പുതിയ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഈ ഒരു പേജില് ഇവിടെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിനുള്ള ഡയമെൻഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇവിടെ 1/2 ലെറ്റർ ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നമ്മളുടെ
ആവശ്യത്തിനനുസരിച്ചുള്ള ഓപ്ഷൻ ഇതിൽ നിന്നും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ 30 പെർ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് ഒരു പേജിലെ 30 ലേബൽസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 30 പെർ പേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ രണ്ട് 30 പെർ പേജ് നമുക്ക് കാണാം. അതിൽ രണ്ടാമത്തെ 30 പെർ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് അതിലോട്ട് കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പേജിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. നമുക്ക് ഒരു പേജിൽ 30 ലേബൽസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ലേബൽ ഇൻഫർമേഷൻ തൊട്ട് സൈഡിൽ വന്നിട്ടുണ്ട്. അതായത് ടൈപ്പ്, അതിന്റെ ഹൈറ്റ്, വിഡ്ത്ത്, പേജ് സൈസ്. ഇനി നമുക്ക് ഈ ഒരു പേജിന്റെ ആവശ്യമില്ല, ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കളയുവാണ്. അപ്പൊ ക്ലോസ് ചെയ്ത് കളയാനായിട്ട് ജസ്റ്റ് ഈ ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ അഡ്രസ്സിൽ ഇങ്ങനെയായിരിക്കും ഒരു ലേബൽ വരുന്നത്, ഈ കാണുന്ന പോലെ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ലേബൽ ഒന്ന് സെറ്റ് ആയിട്ട് വരാൻ ന്യൂ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 30 പെർ പേജില് നമ്മുടെ ലേബൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ലേബൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ഇമേജസ്, നമ്മുടെ കമ്പനിയുടെ ലോഗോയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം, ഇമേജ് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവസരത്തിനൊത്ത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ ഇമേജിനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അതായത് ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ നിന്നും പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതായത് നമുക്ക് പിക്ചർ ആണ് കൊണ്ടുവരേണ്ടത്. സോ ഇൻസേർട്ടിൽ നിന്നും പിക്ചർ സെലക്ട് ചെയ്തു. ഇനി എവിടെ നിന്നാണ് നമുക്ക് പിക്ചറിനെ കൊണ്ടുവരേണ്ടത്? ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. ദിസ് ഡിവൈസ്, സ്റ്റോക്ക് ഇമേജസ്, ഓൺലൈൻ പിക്ചേഴ്സ്. അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ആണ് എങ്കിൽ നമ്മൾ ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ജസ്റ്റ് ഇതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ദിസ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഫോൾഡറുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ സൈഡിലത്തെ ഫോൾഡറിൽ നിന്നും നമ്മുടെ പിക്ചർ എവിടാണോ കിടക്കുന്നത് ആ സ്ഥലം ചൂസ് ചെയ്യണം. നമ്മൾ ഇവിടെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിലെ ഫയലുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ്സ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തെ ഫയൽസ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ ആണെങ്കിൽ ജസ്റ്റ് ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ പിക്ചറുകളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഏത് പിക്ചർ ആണെന്ന് വെച്ചാൽ ആ പിക്ചറിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പം നമ്മളുടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. പക്ഷെ ആ വന്നിരിക്കുന്ന പിക്ചറിനെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിക്ചറിനെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, പിക്ചർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ മുകളിൽ ഒരു എക്സ്ട്രാ ടാബ് കൂടെ വരും. അതായത് പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ്. അപ്പം അതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല പൊസിഷൻ ഇവിടെ കാണാം. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ആ പൊസിഷൻ ചൂസ് ചെയ്യുക. അപ്പൊ ഓരോ പൊസിഷനിലും നമ്മൾ കൊണ്ടുവെക്കുന്ന അനുസരിച്ച് അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള പൊസിഷൻ ഏതാണോ അത് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിക്ചർ അവിടെ പൊസിഷൻ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ളിടത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഇനി ഇതിന്റെ വലിപ്പമൊക്കെ നമുക്ക് കൂട്ടണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇമേജിന്റെ സൈഡിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് പോലെ കാണാൻ പറ്റും. അപ്പൊ ആ റൗണ്ടിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക. ഏത് റൗണ്ടിന്റെ എവിടെ വെച്ചാലും നമുക്ക് ഡബിൾ സൈഡ് ആരോ കാണാം. ഇപ്പൊ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഇതിനെ ഇച്ചിരി നീളം കൂട്ടേണ്ടത്. അപ്പൊ ഈ ഒരു ആരോയിലോട്ട് മൗസ് വെക്കുക. മൗസിന്റെ ഐക്കൺ ഒരു ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറും. ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ നമ്മൾ വലിച്ചിങ്ങനെ നീട്ടി. പക്ഷെ നമുക്ക് ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അത് കാണാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷന്റെ തൊട്ടപ്പുറത്ത് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇതിനകത്ത് ബിഹൈൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ബിഹൈൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പിക്ചർ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പിക്ചറിനെ കൊണ്ടുവരാനും
കൊണ്ടുവന്ന പിക്ചറിനെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കമ്പനിയുടെ പേരിൽ ഒരു ലേബൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലോഗോയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കമ്പനി ലേബൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് കൂടെ പറയുക. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രയാസവും ഇല്ല. ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക, ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ ഇല്ലയോ എന്നോട് പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ.